നമസ്കാരം പ്രകൃതി. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് NRC വന്നപ്പോൾ വലിയ എതിർപ്പുണ്ടായതാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും അത് നടപ്പാക്കി തുടങ്ങി എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ചും ആസാമിൽ നിരവധി ബംഗ്ലാദേശികളെ അവിടെ നുഴഞ്ഞു കയറി അവിടെ താമസിക്കുകയായിരുന്ന നിരവധി ബംഗ്ലാദേശികളെ കണ്ടെത്തി ഹേമന്ത ബിശ്വാസ അവിടുത്തെ മുഖ്യമന്ത്രി അവരെ തിരിച്ചയക്കാനുള്ള നടപടികൾ വളരെ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഒന്നാമത് ഈ NRCയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ CAA പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെരുവിലിറങ്ങിയ ആളുകൾ അവർക്ക് മനസ്സിലാത്ത പോയത് CAA NRC നമ്മുടെ വ്യത്യാസമാണ്. CAA ഫലത്തിൽ നിരുപദ്രവപരമായ നിയമമാണ്. അതിന് കാര്യമായിട്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ റോക്കറ്റ്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പൽ ചെയ്യല്ലേ, ഒരു എഞ്ചിന് ആവശ്യമായിട്ടുള്ള കുതിപ്പ് നൽകുക. പക്ഷേ NRC ആണ് വോർഹട്ട്. അപ്പം നിലവിൽ ആസാമിൽ പ്രയോഗിച്ചിരിക്കുന്ന NRC ഒരു കൺവെൻഷണൽ വെപ്പണാണ്. അത് ആസാമിന് ഒരു പ്രത്യേക രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ ആസാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിലേ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം ഒന്ന് BJP ഗവൺമെൻറ് നടപ്പിലാക്കി എന്നുള്ളതാണ്. അത് ഇന്നലെ നാളെ നടപ്പിലാക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ NRCയായിട്ട് ബന്ധപ്പെട്ട് നാളെ ഇപ്പോൾ ഈ പറയുന്ന ഈ അമിത്ഷാ പണ്ട് ബംഗാളിൽ ഈ ഇലക്ഷൻ അതിൻ്റെ മുമ്പത്തെ ഇലക്ഷന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ബംഗാളിൽ മാത്രമല്ല NRC രാജ്യം മൊത്തം നടപ്പിലാക്കും. അമിത്ഷാ ഒന്നും പറയാതെ പോയ വേറൊരു കാര്യമുണ്ട്. അന്ന് ആസാമിലുള്ള മാനദണ്ഡം മാത്രം തന്നെ എനിക്ക് ഇന്ത്യയിൽ ഒട്ടാകെ എന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല, അല്ല എന്നും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തതല്ല. അപ്പം ആസാമിൽ ഉള്ള അതേ മാനദണ്ഡം അതൊരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ ഉണ്ടായ മാനദണ്ഡമാണ്. ബംഗ്ലാദേശ് വിമോചനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ റെഫ്യൂജീസിൻ്റെ ഇൻഫ്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ബോഡോ ലാൻഡ് ഇഷ്യൂസ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടൊരു വിഷയമാണ്. അത് ഇന്ത്യയിൽ മൊത്തം നടപ്പിലാക്കുന്നത് വലിയ പ്രശ്നമാണ്. പക്ഷേ അമിത്ഷാ നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ല പറഞ്ഞത്. അമിത്ഷാന്റെ ബുദ്ധി എന്ന് വെച്ചാൽ അത് വിവാദമാക്കണം. അത് വലിയ രാഷ്ട്രീയമായി. അതെ, കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷന് ബംഗാളിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണല്ലേ ബംഗാൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നല്ലേ കേരളത്തിനുള്ള. കഴിഞ്ഞ ഇലക്ഷനിൽ ബംഗാളിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്തതാണ് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് കഴിഞ്ഞതിനും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ആ ആസാമിൽ നടപ്പിലാക്കിയ പോലെ നടപ്പിലാക്കാൻ പ്രതിഷേധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്നതിന് മാതിരിയുള്ള 60കൾക്ക് മുമ്പുള്ള ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരുന്നത് അതൊക്കെ നടക്കാത്ത കാര്യമാണ്. കാരണം എന്ത് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് അന്നത്തെ ഈ പേപ്പറിലുള്ള ഡോക്യുമെൻറ്റ്സാണ്. അതൊരു ജെന്യൂൻ കൺസേണാണ്. പക്ഷേ അമിത്ഷാ അങ്ങനെ പറയാത്തൊരു അത് ഉറപ്പിച്ച് പറയാത്ത സാഹചര്യത്തിൽ അതിനെതിരെ ഒരു ആശങ്ക. അല്ല, അത് അമിത്ഷാന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പ്രശ്നം ബഹുമാനെ ചാടി പിടിക്കുന്ന ഉപരിക്ക് അറിയാം. അതാണ്. അപ്പം അമിത്ഷാ അങ്ങനെ ഉറപ്പിച്ച് പറയാത്ത സാഹചര്യത്തിൽ ഇത്രയും വലിയ കൺസേൺ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ മൊത്തം ആ രീതിയിൽ നടപ്പിലാക്കും. അങ്ങനെ നടപ്പിലാക്കിയാൽ വലിയ വിഷയമായിട്ട് മാറും. അതെ, ഇവിടെ ടോട്ടൽ മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് ഇപ്പോൾ 18 കോടി മറ്റല്ലേ. അതെ, 17 കോടിന് എവിടെ കൊണ്ടുവച്ചിടും? ഞാനുൾപ്പെടെയുള്ള 17 കോടി പരമാവധി ഡോക്യുമെന്റ്സ് ഉണ്ട്. കാരണം ഒന്ന് മുസ്ലിം വിദ്യാഭ്യാസപരമായി പിന്നിലാണ്. ഈ ഡോക്യുമെന്റ്സ് പലതും എന്ന് വെച്ചാൽ സ്കൂൾ സർട്ടിഫിക്കറ്റൊക്കെയാണ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. അന്നൊന്നും ആരും പൂപ്പാൻ്റെ ഒന്നും എന്താണ് പറയുക ജനന സർട്ടിഫിക്കറ്റ് വില്ലേജിലൊന്നും അത് രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല ആ കാലഘട്ടത്തിൽ. ആ കാലത്ത് ഹോസ്പിറ്റലിലും അല്ല, വയറ്റാട്ടികൾ ഈ പ്രസവം എടുക്കുന്ന സമയമാണ്. അപ്പം അത് ഇല്ലോജിക്കലാണ്, ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അത് വന്ന സഭയായിട്ട്. പക്ഷേ അത് ആ രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഞാനുൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ ഇറങ്ങേണ്ടതായിട്ട് വരും. അല്ല, അതൊരു ഡു ഓർ ഡൈ ഫൈറ്റ് ആയിരിക്കും. വലിയ പ്രക്ഷോഭത്തിലേക്ക്. പിന്നെ ആ ജെന്യൂൻ കൺസേൺ അല്ലേ. പക്ഷെ അതാണ് നടപ്പിലാക്കുന്ന അമിത്ഷാ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് ആ സമരത്തിലൊന്നും പങ്കെടുത്തില്ല? കാരണം ഇതിൽ മൂപ്പര് വ്യക്തത വരുത്തിയിട്ടില്ല. അതാവാനും സാധ്യതയില്ല. RSSന്റെ ഇപ്പോഴത്തെ പുതിയ പോളിസിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാനും സാധ്യത. മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി കാത്തിക്കുന്ന കക്ഷികളുണ്ട്. അവരിത് ശക്തമായ ആയുധമായിട്ട് ഉപയോഗിക്കും. ഇത് ലോജിക്കലാണ്. ഈ ഒരു ആർഗ്യുമെന്റ് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച് ലോജിക്കലായി വളരെ എളുപ്പം എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പം അതാണ് NRC ആയിട്ട് ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ളൊരു കാര്യം. ആ വിഷയം എപ്പോഴും പെൻഡിങ് ആണ്. ഇനിയിപ്പോൾ BJPക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി വരികയാണെങ്കിൽ അവർ ചിലപ്പോൾ എടുത്തിട്ടുണ്ട് ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ. അത് അവർ ഒരു ടൈം സെറ്റ് ചെയ്യാതെ കുറേ ടൈം ബോംബുകൾ BJP പ്ലാൻ ചെയ്ത് വെക്കും പല സ്ഥലത്തും. അതിലൊന്നാണ് ഏക സിവിൽ കോഡ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അത് അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നതാണ്. BJPക്ക് ഒരു 10-25 വർഷത്തേക്ക് 30 വർഷത്തേക്കെങ്കിലും ഇന്ത്യയിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാവുക, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണ്. അപ്പോൾ BJPക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, 30 വർഷം BJP ഇവിടെ ഭരിച്ചു കഴിയുമ്പോൾ BJP വിചാരിച്ച പോലെ ഒരു എന്താ പറയുക കൾച്ചറൽ നാഷണലിസത്തെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. BJPയിൽ RSS വിചാരിച്ച പോലെ കൾച്ചറൽ നാഷണലിസത്തിന്റെ നടപ്പാവും. പിന്നെ അതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പം നോർത്ത് ഈസ്റ്റിൽ നടപ്പിലാക്കിയ അന്നത്തെ ആ ഒരു അതിൻ്റെ കണ്ടിന്യൂറ്റിയുടെ ഭാഗമാണ്. അവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശ് ഇൻഫ്ലോ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ അതിന് ഇത് ത്വരിതപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതുവരെ അവിടെയുള്ള ഗവൺമെൻറ് ഇന്ത്യ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു. അതിനെ മാറ്റിയിട്ടാണ് പാകിസ്ഥാൻ ഫ്രണ്ട്ലി ഗവൺമെൻറ് വന്നത്. സ്വാഭാവികം പിന്നെ അതിലും ഒരുപാടൊന്നും ആലോചിക്കേണ്ടതില്ല. അതൊരു എന്താണ് ആ രീതിയിൽ തന്നെ ശക്തമായ നടപടികൾ എടുക്കേണ്ടി വരും. ഹേമന്ത് വിശ്വാസമാണെങ്കിൽ അതിന് അവസരം നോക്കി നിൽക്കുകയായിരുന്നു. അല്ല മോഡി ഒക്കെ പറയണമല്ലോ നടപ്പിലാക്കണമെങ്കിൽ. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ രാജാവിനെ കണ്ട് വലിയ രാജഭക്തി കാണിക്കണം. മൂപ്പർ ബേസിക്കലി RSSും BJP എന്നല്ലേ ഭയ കോൺഗ്രസ് തന്നെയാണല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ രാജാവിനെ കണ്ട് വലിയ രാജഭക്തി കാണിച്ചാലല്ലേ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കൈ എത്തിയിരിക്കാൻ മതി. ഇപ്പം തന്നെ കേരളത്തിൽ തന്നെയുള്ള അതിതീവ്ര ഹിന്ദുത്വവാദികൾ, RSS ഒക്കെ തീവ്ര ഹിന്ദുത്വവാദികൾ, ഇപ്പം വേണേൽ ഹിന്ദുത്വവാദികൾ തീവ്രവും ഇല്ല, അതിതീവ്ര ഹിന്ദുത്വവാദികൾ ഭയങ്കര ആവേശത്തിലാണ്. ഹേമന്ത് വിശ്വാസ് ശർമ്മ ഭയങ്കര സംഭവമാണ്, മറ്റേത് യോഗി പോലും അവർക്ക് പോരാ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേര് ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. രാജാവിനെ കണ്ടും വലിയ രാജഭക്തി. പിന്നെ യോഗിയാണോ ഇയാളാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കി കൊണ്ടുവരിക. അവസാനം തീവ്ര ഹിന്ദുത്വവാദികളുടെ സപ്പോർട്ടോട് തീവ്ര ഹിന്ദുത്വവാദികളല്ല, അതിതീവ്ര ഹിന്ദുത്വവാദികളാണ് ശ്രീരാമസേനനെ പോലുള്ള ആളുകളെന്നാണ് RSS പറയുക. RSS തീവ്ര ഹിന്ദുത്വം ഉണ്ടായിരുന്നു. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പം മാസ്ക് എന്നുള്ളത് നമ്മൾ ഇപ്പം നോർമലൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ സാനിറ്റൈസർ ന്യൂ നോർമലാണ്. അതുപോലെ RSS ഹിന്ദുത്വം ഇപ്പം ന്യൂ നോർമലാണ്. അത് വെറുതെ എല്ലാവരും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആളുകളെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്ത് ഇനി അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പോലെ പുതുതായിട്ട് വരുന്ന ആളുകൾക്കാണ് അവരുടെ വരവ് അറിയിക്കേണ്ട ആവശ്യം. അത് ഹേമന്ത് വിശ്വാസമ്മേൻ്റെ കളി കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ വിഷയത്തിൽ മൂപ്പര് പക്ഷേ അങ്ങനെ പോകാൻ പറ്റിയെന്ന് വെച്ചാൽ അപ്പുറത്ത് ഒരു നാഷണൽ സെക്യൂരിറ്റി കൺസേൺ അവിടെ വന്നു. അപ്പോൾ നമുക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് വന്നു. അപ്പോൾ അവന്മാരെ ഇത് പൂർണ്ണമായും എല്ലാവരും തിരിച്ചയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു റെസ്റ്റ് ഹൗസ് കൊടുത്താണ്. നിങ്ങൾ അധികം കളിച്ച അവിടെ ഇത്ര ആളുകളുണ്ട്, ഞങ്ങൾ തിരിച്ചങ്ങോട്ട് കയറ്റി വിടും, അതുകൊണ്ട് മിണ്ടാതിരുന്നോ. ഒരു ഭീഷണി അല്ലേ പണ്ടേ അയച്ചൂടെ? ഈ നിയമം വന്നിട്ട് പോയ കലായില്ലേ. നമ്മൾ അങ്ങനെ കണ്ണിൽ ചോരില്ലാതെ ഒന്നും ഇന്ത്യ നടത്തില്ല, ഇടപെടില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കെതിരെ പണി വന്നാൽ പാകിസ്ഥാനോട് എന്ത് കണ്ടിട്ട് ഈ പാകിസ്ഥാനെ സ്നേഹിക്കും? പാകിസ്ഥാൻ എന്താ അവർ കൊടുക്കുന്നത്? അവിടെ ഓരോ കുടുംബത്തിൽ പാകിസ്ഥാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയതാണ് അവന്മാർ പണി ചെയ്തത്. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത് തടയുന്നതാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ സൈന്യം പോയിട്ടാണ് അവരെ രക്ഷപ്പെടുത്തുന്നത്. ആണുങ്ങളെ മൊത്തം കൊല്ലുന്നില്ല, സ്ത്രീകളെ സെക്സ് സ്ലേവ് ആക്കി. ഇതായിരുന്നു ആളുകളെ പണിയാണ്. ബംഗ്ലാദേശികൾ അവർ മനുഷ്യന്മാരെ പോലും അംഗീകരിച്ചിട്ടില്ല. ഈ ഉണങ്ങി അടക്കം പോലുള്ള സാധനങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഇവരമാരെന്ന് നല്ല വെളുത്ത സുന്ദരന്മാർ ഈ പഞ്ചാബി പാകിസ്ഥാൻ ആണല്ലോ, അങ്ങനെയുള്ള ആളുകളാണ്. ഈ നാളുകളിൽ നിന്ന് പോയ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വന്നിട്ടുണ്ട് അവിടെ. അവന് ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ചരിത്രം അറിയാതെ ഇന്ത്യ ഹിന്ദു, ഈ ഹിന്ദു എന്നോട്ടാണ് ഇവൻ്റെ ശത്രുവായത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നോട്ടാണ് ഈ ഹിന്ദുവിൻ്റെയൊക്കെ ശത്രുവായത്? എന്നോട്ടാണ് മുസ്ലിംസിൻ്റെ ശത്രു ഹിന്ദു ആയത്? ഹിന്ദു ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് അവൻ്റെ നാട്ടിൽ പോയി അറ്റാക്ക് ചെയ്തിട്ടില്ല. അവനെ ഖലീഫനെ അപമാനിച്ചിട്ടില്ല. അവൻ്റെ ഖലീഫനെ അപമാനിച്ച സമയത്ത് ഗാന്ധിജി എന്നുള്ള ഹിന്ദു ആ ഖലീഫയുടെ അപമാനത്തിനെതിരെ ഇവിടെ പ്രതികരിച്ച ആളാണ്. അതാണ് ഖിലാഫത്ത് നോൺ കോർപ്പറേഷൻ പോകുന്നത്. ഗാന്ധി ഹിന്ദു എന്ന കാര്യം സംശയമൊന്നുമില്ലത്. ഹിന്ദുത്വവാദി ആയിരിക്കില്ല, ഹിന്ദു ആയിരുന്നു. അപ്പം അതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റ് ചെയ്തപ്പോൾ അവർ കാണിച്ച അത്തരം നിശംസതൊന്നും കാണിച്ചിട്ട് കൂട്ടിയിട്ടില്ല. ആകപ്പാടെ വിജയനഗരിയും ബാമിനി കിങ്ഡവും തമ്മിലുള്ള യുദ്ധത്തിലാണ് കുറച്ചെങ്കിലും ക്രൂരത വന്നിട്ടുള്ളത്. ബാക്കി ഹിന്ദു രാജാക്കന്മാർ പൊതുവെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച പാഹിയനെ പോലെയുള്ള ആളുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ യുദ്ധധർമ്മങ്ങൾ പാലിച്ചിട്ടുണ്ട്. കാലാളുമായിട്ട് ഏറ്റുമുട്ടുള്ളൂ, അശ്യാരൂഢന്മാരായിട്ട് ഏറ്റുമുട്ടുള്ളൂ. കാലാൾ ഒരിക്കലും അശ്യാരൂഢന്മാർ ഒരിക്കലും കാലാളിനെ ആക്രമിക്കില്ല, നാട്ടുകാരെ ആക്രമിക്കില്ല. സൂര്യൻ ഉദിച്ചതിന് ശേഷം യുദ്ധം തുടങ്ങുള്ളൂ, രാത്രി യുദ്ധം ചെയ്യില്ല. ഇങ്ങനെ കുറേ യുദ്ധ നിയമങ്ങൾ പാലിച്ചവരായിരുന്നു. അങ്ങനെ പാലിക്കപ്പെടാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് പുതയുദ്ധതന്ത്രം എന്നൊക്കെ അശ്വത്ഥാമാവൊക്കെ മഹാഭാരതത്തിൽ കാണിച്ച സാധനങ്ങൾ. പക്ഷേ പൊതുവേ ഇന്ത്യക്കാർ യുദ്ധത്തിലെ ധർമ്മവും നീതിയും സ്ത്രീകളെ നീതി വളരെ പാലിച്ചിരുന്ന ആളുകളാണ്. ഇവന്മാരിവിടെ വന്ന അതൊന്നും ഇല്ലാതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ആക്രമിച്ച് കീഴടക്കിയത്. ആ സമയത്ത് തിരിച്ചടിച്ചു. എന്നിട്ട് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരുന്നില്ല. ഇപ്പം വിജയനഗരവും ബാമിനിയും തമ്മിൽ വിവാഹബന്ധം പോലും ഉണ്ടായിരുന്നു. ബാമിനി കിങ്ഡം മുസ്ലിം കിങ്ഡമാണ്. വിജയനഗരം എന്ന് വെച്ചാൽ അറിയാം തീവ്ര ഹിന്ദുത്വ കിങ്ഡം എന്ന് വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ പറയാവുന്നതാണ്. അവരെ വിവാഹബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഫൈറ്റിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു കളിച്ചതാണ് ഇന്ത്യക്ക് ഹിന്ദുക്കൾ. ഈ ഹിന്ദുക്കൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പറയും RSS വന്നത് അന്വേഷണം വേണ്ടുന്നൊരു വിഷയമാണ്. അല്ല RSS വന്നതിന് ശേഷമാണ്. RSS വരുന്നതിന് മുമ്പല്ല വന്ദേ മാതരമായിട്ട് ബന്ധപ്പെട്ടിട്ട് RSSന് ഗുരുജി സ്കൂളിൽ പോകുന്ന RSS ആവാൻ ഡോക്ടർ ജി ഹെഡ്ഗേവാറാണല്ലോ. അതേ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഈ പറയുന്ന വന്ദേ ഭാരതം ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ്സിനുണ്ടാവുന്നത്. അപ്പോൾ സ്വയം നോക്കിയാൽ മതി ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, ആരാണ് പ്രശ്നക്കാരായി നിൽക്കുന്നത്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക? സ്വയം അറിയാൻ മതി. സ്വയം അറിയാൻ പറ്റുന്നില്ല. ജസ്റ്റ് ടേക്ക് ലെസൺ ഫ്രം യുവർ ഹിന്ദു പ്രദേശ്.
കഴിയും. സഹോദരങ്ങളെ പോലെ കഴിയാനുള്ള അങ്ങനെ ആയാൽ സാഹചര്യം അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട് ജിന്നേനെ പോലെ ഈ പാവങ്ങളൊക്കെ തെരുവിലിറക്കും. അവസാനം അവരുടെ കാര്യം തന്നെ അവർ ഈ പാവങ്ങൾ തെരുവിൽ തന്നെ വെക്കും. അപ്പോൾ അത് തെരുവിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഹിന്ദുസ് അല്ല ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ചൊറിച്ചിലുണ്ടാക്കും, അവർ തിരിച്ചടിക്കും. ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ കുറച്ച് മുന്നോട്ടും നോക്കിയാൽ മതി. ഈ ഔട്ട് ഓഫ് കാര്യം മനസ്സിലാവും. കാര്യം മനസ്സിലാവും. എന്തായാലും നമുക്ക് നോക്കാം ഈ നോർത്ത് ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുക. NRC ഈ പറയുന്നത് പോലെ ഹിമന്ത ബിശ്വാസ് അതിതീവ്രമായ ഒരു നിലപാടോടുകൂടി മുന്നോട്ട് പോകുമോ? മമതയുടെ നിലപാട് ഹേമന്ത് തീവ്ര നിലപാട് മുന്നോട്ട് പോകുന്നത് ഹേമന്ത് തീവ്ര നിലപാട് തന്നെ ആവുന്ന എന്തുണ്ടാവും. അങ്ങനെ തീവ്ര നിലപാടുകാരനല്ല, അങ്ങനെ ബേസിക്കലി കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഈ അഭിനയിക്കാൻ അങ്ങനെ രാഷ്ട്രീയം കളിക്കാൻ അറിയാം. അതാണ് ഇപ്പം കുഞ്ചാക്ക ബോബൻ ഈ പറയുന്നതിൻ്റെ സൈക്കോ റോളുകളും ആക്ഷൻ ഹീറോ ആകാൻ ശ്രമിക്കുന്നില്ല. കുഞ്ചാക്കോ ചോക്ലേറ്റ് ആയപ്പോൾ അങ്ങനെ ഔട്ടായിപ്പോയി. അപ്പോൾ അമ്മ പറഞ്ഞത് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കുഞ്ചാക്കോ ചെയ്യുന്ന മൊത്തം സൈക്കോ റോളുകളാണ്. ബോഗൺവില്ലയൊക്കെ കണ്ടില്ലേ, അതുപോലെയാണ് വിൻസെന്റ് ഗോമസ് ആകണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, അതാ മൂപ്പര ആ ശ്രമിക്കുന്നത് ഇതുകൊണ്ടാണ്. മൂപ്പരെ ഉറപ്പിക്കണമെങ്കിൽ അത് ആവശ്യമുണ്ട്. ബിക്കോസ് ഹീസ് ഔട്ട് ഓഫ് ഈസ് നോട്ട് ഫോർ RSS. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക, വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇപ്പോൾ വലിയ ബഹളമില്ലാതെ അതങ്ങനെ നടന്നു പോവുകയാണ്. ബംഗാളിലെ മമതയുടെ നിലപാടും കൂടി വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും ഈ കാര്യത്തിൽ. അവരാണല്ലോ ഈ അതിർത്തി പങ്കിടുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.